ശ്രീ സിബി സത്യൻ, ഒരുപക്ഷെ താങ്കൾക്ക് കുറച്ചുകൂടി ബീഹാറിൽ സംഭവിക്കുന്നത് എന്ത് എന്നതിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ക്ലിയർ പിക്ചർ താങ്കൾക്കും പറയാൻ സാധിക്കുമോ എന്നതിലും സംശയമുണ്ട്. കാരണം ഓരോ നിമിഷവും ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ നിതീഷ് കുമാർ അടുത്ത ദിവസം ഞായറാഴ്ചത്തെ ചടങ്ങുകൾ ഉൾപ്പെടെ മാറ്റിവെക്കുന്നുണ്ട്. അടിയന്തരമായി RJDയുടെ യോഗം അടക്കം നടക്കുന്നുണ്ട്. അത്തരം യോഗങ്ങൾ വിളിച്ചു ചേർത്ത പശ്ചാത്തലമുണ്ട്. കോൺഗ്രസിൽ നിന്ന് 10 MLA-മാർ BJPയിലേക്ക് എത്തിയേക്കുമെന്നുള്ള സൂചനകളുണ്ട്. BJP വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ നടക്കുന്നത് ഈ മണിക്കൂറുകളിൽ എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അഭിലാഷ്, നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, കഴിഞ്ഞ ഒരു 10, 30, 35 വർഷമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും തന്ത്രജ്ഞൻ, ചാണക്യൻ എന്നൊക്കെ സാധാരണ വിളിക്കാറുള്ളത് ശരത് പവാറിനെയാണ്. എന്നാൽ വളരെ വളരെ ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയിൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും മികച്ച സർക്കസുകാരൻ നിതീഷ് കുമാറാണ്. കാരണം അദ്ദേഹം കാണിച്ച മെയ്വഴക്കം എന്ന് പറയുന്നത്, അതായത് പല പല മുന്നണികൾ മാറിയും തിരിഞ്ഞും നിൽക്കാനും, വേണ്ടി വന്നാൽ BJPക്ക് എതിർക്കാനും, പിന്നീട് BJPയോട് കൂട്ടുകൂടാനും, പിന്നെ BJPയെ കാലി വാരിയിടാനും, വീണ്ടും BJPയോട് ഒപ്പം ചേരാനും ഒക്കെ നിതീഷ് കാണിക്കുന്ന ഒരു മെയ്വഴക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രപ്പീസ് അഭ്യാസിക്ക് പോലും പറ്റാത്തത്ര നിലയിലുള്ള അത്ര ഗംഭീരമായ ഒരു മെയ്വഴക്കത്തിന്റെ ഉടമയാണ് അദ്ദേഹം. ഇപ്പൊ നിലവിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് ആർക്കും ഒരു പിക്ചറില്ല. ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, നിതീഷ് കുമാറിന് BJPയിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ, പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയെ പൊളിക്കുക, അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്നു നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയെ പൊളിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് BJPയുടെ രാഷ്ട്രീയപരമായ ഒരു ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സുശീൽ കുമാർ മോഡി എന്ന് പറയുന്ന മുൻ ഉപമുഖ്യമന്ത്രിയുമായി നിതീഷ് കുമാറുള്ള അസാധാരണമായ ഒരു വ്യക്തിബന്ധമുണ്ട്. ആ വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് ദിവസവും ഏത് നിമിഷവും തിരിച്ചു ചെന്ന് കയറാവുന്ന ഒരു കൂടാരം തന്നെയാണ് NDAയുടേത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെ 2-3 ഘടകങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനം വെച്ചു മാറേണ്ടി വരുന്ന ഒരു അവസ്ഥ അധികം ദൂരെ അല്ലാതെ ഉണ്ട്. അപ്പം നമ്മുടെ കർണാടകയിൽ പണ്ട് കുമാരസ്വാമി ചെയ്തതുപോലെ ആ സമയത്തിന് പാർട്ടി മാറി മറുകണ്ഠം ചാടി അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു പുതിയ സഖ്യം ഉണ്ടാക്കി മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുക എന്ന് പറയുന്ന ഒന്ന്. കാരണം നേരത്തെ ഇന്ത്യ മുന്നണി ഉണ്ടാകുന്ന സമയത്ത് നിലനിന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്ത്യ മുന്നണി ഉണ്ടാകുമ്പോൾ ഒരു ഏക പ്രതിപക്ഷ സഖ്യം, അതായത് സംയുക്ത പ്രതിപക്ഷ സഖ്യം എന്ന നിലയ്ക്ക് BJPക്കും അത്യാവശ്യം നെഞ്ചിടിപ്പ് കൂട്ടുന്ന തരത്തിലാണ് അതിന്റെ അന്നത്തെ ആ മുന്നേറ്റം നടന്നത്. ആകപ്പാടെ BJPയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത് ഇത്രയും വലിയൊരു അവിയൽ മുന്നണി എന്ന നിലയിൽ ഇത് വിജയിച്ചു പോവില്ല. കാരണം അത്രമാത്രം ഈഗോ സെൻട്രിക് ആയിട്ടുള്ള കുറേയധികം രാഷ്ട്രീയ നേതാക്കളുടെ സഖ്യമായതുകൊണ്ട് വിജയിച്ചു പോയില്ല എന്ന് പറയുന്ന ഒരു ലോജിക്കൽ സെൻസിലായിരുന്നു BJPയുടെ പ്രതീക്ഷ കൂടുതലും. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തെലങ്കാനയിൽ ഒഴികെ ബാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൊത്തം അടിപതറിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ അതിന് തൊട്ടു പിന്നാലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാമാങ്കമായിട്ട്, ഭക്തിയുടെ നിറവിൽ ഒരു വലിയ രാഷ്ട്രീയ മാമാങ്കമായിട്ട് BJPയെ അവരുടെ രാഷ്ട്രീയ രാമനെ അയോധ്യയിൽ പ്രതിഷ്ഠിച്ചു. അപ്പം ഇതിന് എല്ലാത്തിനും ശേഷം രാജ്യം മൊത്തം അതിന്റെ ഒരു ആഘോഷം മൂഡിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് സാധിച്ചു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാരണം അതിന്റെ ഒരു രാജ്യത്തിന്റെ മൂഡ് ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് അതിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ നിലവില് പലർക്കും ആത്മവിശ്വാസം നഷ്ടപ്പെടും എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ്. അതിന്റെ കൂടെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം മമത പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ നിതീഷ് കുമാർ പ്രഖ്യാപിക്കുന്നത്. ഇതിനെ 2 തരത്തിൽ നമ്മൾ കാണണം. ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കുമുള്ള ഈ മുന്നണിയിൽ നിന്ന് വിട്ട് വലിയ കാര്യമില്ല, നമുക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മോട്ടീവ്. രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ടത്, ഇത് ഇത്തരമുള്ള നമ്പർ ഇറക്കിയിട്ട് ഈ കൂടുതൽ വിലപേശി സീറ്റുകൾ കരസ്ഥമാക്കാനുള്ള ഒരു പരിപാടി നിതീഷിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായി നിന്നുകൊണ്ട് കൂടുതൽ സീറ്റുകൾ നേടുക എന്നാണോ? അതെ, കൂടുതൽ സംസ്ഥാനങ്ങൾ. ഉദാഹരണം, മമതയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മധ്യപ്രദേശിലും ഗോവയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം AAPയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഗുജറാത്തിലും ഗോവയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സീറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നിതീഷിനും മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ബീഹാറിൽ തന്നെ എടുക്കുക എന്നുള്ളതാണ്. JDUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്, ഞങ്ങളുടെ ഘടകകക്ഷിയായ കോൺഗ്രസ് മറ്റു ഘടകകക്ഷികളോടുള്ള നിലപാടിലും സീറ്റ് പങ്കിടലിലും ആത്മപരിശോധന നടത്തണം. നിതീഷ് കുമാർ വളരെ കാലമായി എത്രയും വേഗം തീരുമാനമെടുക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാത്തതിൽ അതൃപ്തിയുണ്ട് എന്ന് മാത്രമാണ് JDU അധ്യക്ഷൻ പറയുന്നത്. അത് താങ്കൾ ഈ പറയുന്ന വിലപേശലിന്റെ
വാക്കുകളായി വിലയിരുത്താമെന്നാണോ? ഒരു റീനെഗോഷിയേഷൻ സാധ്യമാണ്. അതായത് ഒന്നെന്ന് പറയുന്നത് ഇത്തരം ഒരു സമ്മർദ്ദ തന്ത്രത്തിലൂടെ അടുത്ത 3 വർഷം കൂടി അല്ലെ അടുത്ത 2.5 വർഷം കൂടി നിതീഷ് കുമാർ തന്നെ ഭരിച്ചോളൂ എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണത്തിൽ അതിനനുസരിച്ചുള്ള വർധന ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ 2 സാധ്യതകളും പരിഗണിച്ചിട്ടാണ് നിതീഷ് കുമാർ ഈ നീക്കം നടത്തുന്നത് എന്നാണ് നമുക്ക് ഏറെക്കുറെ മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ NDAയുടെ ഏത് നിമിഷവും NDAയിലേക്ക് തിരിച്ചു കയറാനുള്ള ഒരു ടിക്കറ്റ് റെഡിയാക്കി വെക്കുന്നതിലൂടെ ഈ ഘടകകക്ഷികളെ പരമാവധി സമ്മർദ്ദത്തിലായിക്കൊണ്ട് തന്റെ കാര്യം നേടിയെടുക്കുക. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച അഭ്യാസിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനകത്തെടുക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന്റെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.